പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നള്ളേണം. ആരവമായി കലിമുത്തിൻ മാധുരിയന്ന് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. ഓ ഒരു ഉസ്താദിനെ കൂടി നമ്മൾ കൊന്നിരിക്കുകയാണ്. അതെ, കൊന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തതില് നമ്മളൊക്കെ പ്രതികളാണ്. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ പള്ളി കമ്മിറ്റി ഗ്രൂപ്പുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം. ഈ ഉസ്താദുമാർ അനുഭവിക്കുന്ന വേദന അവർക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ. പള്ളിയിൽ പണിയെടുത്താ പറയും ഇവർക്കൊന്നും മേലണങ്ങാൻ പറ്റില്ല എന്ന്. ഇനി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ അപ്പൊ പറയും ഇവന്റെ ലക്ഷ്യം പൈസയാണ്, ആഖിറത്തെ ഓർമ്മയില്ല, എപ്പോഴും ദുനിയാവും പൈസയും മാത്രമെന്ന്. എന്തൊരു കഷ്ടാണിത്. ഞാൻ സന്ദർശിച്ച പല രാജ്യങ്ങളിലും ഉസ്താദുമാർക്ക് നൽകുന്ന പരിഗണന കാണുമ്പോൾ നമ്മുടെ നാടിനെ ആലോചിച്ച് ബേജാറാവാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ഉസ്താദുമാർക്കും വേറെ പണിയെടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കാൻ, അവരുടെ ആഖിറം നന്നാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പണിക്കിറങ്ങുന്നത്. എന്നിട്ടോ ഏതെങ്കിലും ഒരു മഹലിൽ ഒരു ഉസ്താദിന് സ്ഥിരമായി പണിയുണ്ടോ? 2 വർഷം കൂടുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് അവരങ്ങ് പുറത്താക്കും. എന്താണെന്നറിയോ കാര്യം? കുറെ കാലം നിന്നാൽ ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടി വരും. 2 വർഷം കൂടുമ്പോ പുതിയ ആളുകളെ വെച്ചാൽ നേരത്തെ കൊടുത്ത അതേ കുറഞ്ഞ ശമ്പളത്തിൽ പള്ളി മദ്രസ കൊണ്ടുപോകാലോ. എന്ത് ക്രൂരമായ നാടകമാണിത്. 4-5 മണിക്കൂർ മദ്രസ പഠിപ്പിച്ച് 5 വക്ത് ബാങ്കും കൊടുത്ത് ഇമാമത്ത് നിൽക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം പലയിടത്തും 6000-ഉം 8000-ഉം 10000-ഉം ഒക്കെയാണ്. 4-5 മക്കളും പ്രായമായ ഉമ്മയും ഉപ്പയും അടങ്ങുന്ന ഒരു കുടുംബം ഈ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കും? 30,000-ഉം 40,000-ഉം വാങ്ങിയിട്ടും ജീവിക്കാൻ തികയുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളൊന്ന് ഈ അവസ്ഥ ചിന്തിക്കണം. എന്റെ ഒരു സുഹൃത്തിനോട് ഒരു സെക്രട്ടറി പറയാണ് ഉസ്താദിനെ കിട്ടാനില്ല എന്ന്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മദ്രസ പഠിപ്പിക്കണം, ബാങ്ക് വിളിക്കണം, ഇമാമത്ത് നിൽക്കണം, പോരാത്തതിന് ഹൗസും ടോയ്ലറ്റും കഴുകണം. ഇതിനെല്ലാം കൂടി കൊടുക്കുന്ന ശമ്പളം വെറും 12,000 രൂപ. ഒരു 500 രൂപ കൂട്ടാൻ വേണ്ടി വർഷങ്ങളായി കമ്മിറ്റിയിൽ സമരം ചെയ്യുകയാണ് അത്ര ഈ സെക്രട്ടറി. അതെ, വെറും 500 രൂപ കൂട്ടാൻ. ഇപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും ഉസ്താദ് എന്നല്ലേ ചിന്തിക്കുന്നത്? പറയാം. പല മഹല്ലുകളിലും ഇപ്പോഴും വളരെ കുറഞ്ഞ മാസവരിസംഖ്യയും മദ്രസ ഫീസുമാണ് ഈടാക്കുന്നത്. മറ്റു വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുമ്പോഴാണ് മദ്രസയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഒഴിവാക്കി ശേഷിയുള്ളവരിൽ നിന്ന് കൃത്യമായ വരിസംഖ്യ ഈടാക്കാവുന്നതാണ്. മറ്റൊന്ന്, മഹല്ല് ഫണ്ടിന് പുറമെ ഉസ്താദുമാരുടെ ശമ്പള വർധനവിന് മാത്രമായി നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കാവുന്നതാണ്. ഇതേപോലെ ഉസ്താദുമാരുടെ ശമ്പളത്തിനായി എല്ലാ മാസവും പിരിവ് നടത്തുന്നതിന് പകരം മഹലിനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനുവേണ്ടി കടമുറികളോ ക്വാർട്ടേഴ്സോ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇത് നേരാവണ്ണം ചെയ്യുകയാണെങ്കിൽ ഈ കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാവും. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഉസ്താദുമാരുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റി ഒരിക്കലും അവർക്ക് വിലങ്ങ് തടിയാവരുത്. നമ്മളായിരിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സത്യത്തിൽ ഈ ഉസ്താദുമാർക്കൊക്കെ സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചെയ്യുന്ന മദ്രസയും പള്ളിയും ഒക്കെ ശമ്പളം വാങ്ങിക്കാതെ തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു. ഇനി നാളെ നമ്മൾ മരിച്ചാല് തൽഖീൻ ചൊല്ലാനും മയ്യത്ത് നിസ്കരിക്കാനും ഇതേ ഉസ്താദുമാര് തന്നെ വേണം നമ്മുടെ മുന്നിൽ എന്ന ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ജീവിതകാലത്ത് അവരെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് നേടാനാണ്? അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ കണ്ട് അവരോട് വിവരങ്ങൾ അന്വേഷിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മൾ കൈകൊള്ളണം. നല്ല ശമ്പളം വാങ്ങുന്നവർ നമ്മുടെ നാടുകളിലേക്ക് ഉണ്ടാകും. അവരൊക്കെ എല്ലാ മാസവും ഒരു സംഖ്യ ഉസ്താദിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നാളെ മറ്റൊരു ഉസ്താദിന്റെ മരണ വാർത്ത കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്.